സുപ്രീം കോടതിയുടെ ആ ഇടപെടലിൽ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ആ സംരക്ഷണം ഇപ്പോഴും തുടരുകയാണ്. മാത്രമല്ല ഇതുവരെ ഇത് ധാരാളം വസ്തുതകൾ ഇപ്പോഴും ഗവൺമെന്റ് മറച്ചു പിടിക്കുകയാണ്, പൂഴ്ത്തിവെക്കുകയാണ്. അപ്പോൾ കുറ്റക്കാരെ സംരക്ഷിക്കാനും വേട്ടക്കാരോടൊപ്പം നിൽക്കാനുമാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അപ്പോൾ വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് ഈ പരിശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇരകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഗവൺമെന്റ് വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അടിയന്തരമായി ഈ കാര്യത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം, റിപ്പോർട്ട് മുഴുവൻ പുറത്തുവിടണം. എന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരികയുള്ളൂ. അതിന് ഇനി അമാന്തം കാണിക്കാൻ പാടില്ല. ഗവൺമെന്റ് ഈ കാര്യത്തിൽ എന്താണ്, ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമാക്കേണ്ട സന്ദർഭമായിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് നടത്തിയ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. റിപ്പോർട്ടിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. കേരളം ഭരിക്കുന്നത് ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ ഗവൺമെന്റാണെന്നടക്കം രൂക്ഷമായ വിമർശനങ്ങൾ പറയുകയായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല.